ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുമോ, ക്യാഷ് നഷ്ടപ്പെടുമോ, കറണ്ട് ബില്ല് കൂടുമോ, ക്യാരേജ് ചെയ്യാൻ പറ്റുമോ, വെയിറ്റ്ലെസ് ആണോ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻ ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോക്കണേ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടായത് ഗ്രാവിറ്റി സ്റ്റീൻ അയൺ ബോക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളെല്ലാം ഇട്ടപ്പോൾ കുറേ ആൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുമോ, നമ്മൾ ക്യാരി ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസും എൻ്റെ കമന്റ് ബോക്സിൽ എപ്പോഴും വരാറുണ്ട്. അപ്പം ഞാൻ ഒരു ടൈം കിട്ടുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടിയ പിറ്റേത്തെ ദിവസം തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റീം അയൺ ബോക്സ് ഉണ്ടായിട്ടുണ്ടായിന്. അത് പെട്ടെന്നൊന്ന് ഷോർട്ടായി പോയിട്ടുണ്ടായിന്. അപ്പൊ ഇത് വാങ്ങിയത് എത്രയോ നല്ലതെന്ന് അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന്. നമ്മളെ നോർമൽ അയൺ ബോക്സും ഇതും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രസ്സിംഗ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ടായത്. അതിൽ നമ്മളൊരു പ്രസ്സിംഗ് കൊടുത്താൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു പ്രസ്സിംഗ് വന്നാലായി, ഇല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞ പോലെ. ഇത് ഞാൻ ആദ്യം ഓൺലൈൻ ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ ഇപ്പൊ ബാംഗ്ലൂർ പോകുന്നുണ്ടായിന്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. ഈ ഒരു ഗ്രാവിറ്റി സ്റ്റീൻ അയൺ ബോക്സ് യൂസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഒരു കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും. ഇതിന്റെ സ്റ്റീം വരാൻ വേണ്ടിക്കാണ് ഈ ഒരു ക്യാപ്പ് ഇതിന്റെ കൂടെ വന്നിട്ടുണ്ടായത്. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ഐറ്റം ആണ് കേട്ടോ. പിന്നില്ല, ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ എന്റെ വിചാരം മറ്റുള്ള അയൺ ബോക്സിനെ കാട്ടിയും ഭയങ്കര ചൂട് കൊണ്ടാണ് എല്ലാവരും ഇത് വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഇത് ചൂടിലല്ല കാര്യം, ഇതിന്റെ സ്റ്റീമിലാണ് ഇതിന്റെ കാര്യം വരുന്നത് കേട്ടാ. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന അയൺ ബോക്സും ഈ ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സും തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ ടെമ്പറേച്ചറിലാണ് കേട്ടോ ഇതിന്റെ വ്യത്യാസം വരുന്നത്. അതായത് ഓവർ ആയിട്ടുള്ള ഒരു സ്റ്റീമും ഓവർ ആയിട്ടുള്ള പ്രഷറും. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് ഭാഗത്താണ് ഇതിന്റെ കൂട്ടാനും കുറക്കാനുള്ള ഒരു നോബില്ലേ അത് വന്നിട്ടുണ്ടായിന്. പിന്നെ ആ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ പ്രസ്സിങ് വരുന്നത്. പിന്നെ ഇതിന് ഇതുപോലുള്ള ഒരു പൈപ്പിങ്ങും വന്നിട്ടുണ്ടായിന്. അതിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിക്ക് ഒരു ക്യാനും ഉണ്ടാവും കേട്ടോ. ആ ക്യാനിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് കുറച്ചു കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എത്ര ഹൈറ്റിൽ വെക്കുന്നോ അത്രയും പ്രഷറും സ്റ്റീമും നമുക്ക് നല്ലോണം കിട്ടും കേട്ടോ. ഇതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയതുകൊണ്ട് അതിന്റെ ഫിനിഷിങ്ങും നമുക്ക് അത്രത്തോളം ഉണ്ടാവും കേട്ടോ. അപ്പൊ നോർമലി നമ്മൾ ഈ ഒരു അയൺ ബോക്സ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ മടങ്ങി ഇതിൽ നമ്മൾ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് ക്യാരേജ് ചെയ്യാൻ പറ്റുന്നതൊന്നല്ല കേട്ടോ. ഇതിന്റെ പർപ്പസിന് വേണ്ടിക്ക് അത്രയും വെയിറ്റും ഇതിന് വേണം, എന്നാലേ അതിൻ്റെതായ ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വെയിറ്റും കാര്യങ്ങളിലും വന്നിട്ടുണ്ടായിന്. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലായാലും ഷോപ്പിലായാലും ഒരു ബൊട്ടിക്കിലായാലും ഈ ഒരു ഐറ്റം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വർക്കിനോട് നമുക്ക് അത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഐറ്റം നിങ്ങൾ വാങ്ങിച്ചാൽ ഒരിക്കലും നിങ്ങൾ ക്യാഷ് നഷ്ടപ്പെടാൻ പോകുന്നില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ടായത് ഷോർട്സിലും യൂട്യൂബിലൊക്കെ വലിയ വലിയ എന്താ പറയാ ഡിസൈനർമാരുടെ കയ്യിലെല്ലാം ഇത് ഈ ഐറ്റംസ് കണ്ടിട്ടുണ്ടായത്. മെയിൻ ആയിട്ട് നമ്മളെ ഇന്ത്യക്കാരുടെ കയ്യിലെല്ലാം ഈ ഒരു ഐറ്റംസ് കണ്ടിട്ടുള്ളത്. കാരണം നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിലും നമ്മൾ മെയിൻ ആയിട്ട് കാണലിനാണ് അധികം യൂട്യൂബിൽ സ്റ്റിച്ചിങ് വീഡിയോ തന്നെയാണ്. അവരെ കയ്യിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്നും നമുക്ക് പറ്റിയ ഐറ്റം എന്നല്ല, ഇതൊന്നും എന്തിനാ, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതൊന്നും എനിക്ക് സത്യത്തിൽ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പക്ഷെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചു തന്നെയാണ്. കാരണം നമുക്കിത് എന്തായാലും യൂസ്ഫുൾ ആവുന്നില്ല കാര്യം എനിക്കറിയാം. കാരണം നമ്മൾ ഈ ഗ്യാദേഴ്സും കാര്യങ്ങളിൽ ഇടുമ്പോൾ അത്രയും പെർഫോമൻസ് ആയിട്ടാണ് ഈ ആ ഒരു ഗ്യാദേഴ്സ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിന്. അപ്പൊ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് ബൊട്ടിക്ക് സ്റ്റൈൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാനെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. സ്റ്റിച്ചിങ്ങിലും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് അവർക്ക് വല്ല ആഗ്രഹമായിരിക്കും ഇൻഡസ്ട്രിയൽ മെഷീൻ വാങ്ങിക്കണമെന്ന്. പക്ഷെ ആ ഒരു മെഷീൻ വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് വാങ്ങിക്കേണ്ട സാധനമാണ് ഈ ഒരു ഐറ്റം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ മെഷീനും സ്റ്റിച്ചിങ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. ആ ഒരു ലുക്കിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റീം അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ഈ ഒരു ഇൻഡസ്ട്രിയൽ അയൺ ബോക്സ് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമേ ആ ഒരു പ്രസ്സിങ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു പ്രസ്സിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റും എന്താ പറയാ പ്രഷറും കൂടുതലായിട്ട് വന്നുകൊടുക്കും. നമ്മളവിടെ കയ്യിൽ വെക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം. പിന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള അയൺ ബോക്സ്, സ്റ്റീമുള്ള അയൺ ബോക്സ് ഉണ്ടായില്ലേ, അതിന് നമ്മൾക്ക് എന്താ പറയാ സ്റ്റീം വരുന്നുണ്ടെങ്കിൽ അത്രയും പ്രഷറായിട്ടൊന്നും വരില്ല. പക്ഷെ ഇതില് അത്രയും പ്രഷറും അത്രയും പവർ ആയിട്ടാണ് ഇതിന്റെ സ്റ്റീം വരുന്നത്. നോർമൽ അയൺ ബോക്സും ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റീം വരുന്നത് എപ്പെങ്കിലും വന്നാലായി, ഇല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ അതിന്റെ വാട്ടർ നമ്മൾ അതിൽ ഫിൽ ചെയ്തോണ്ട് നിൽക്കണം. പക്ഷെ ഈ ഒരു ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്ന്, അത് ഉണ്ടായത് കൊണ്ട് നമ്മൾക്ക് കൂടെ കൂടെ വെള്ളം നിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നോർമൽ അയൺ ബോക്സിന് നമ്മൾ എപ്പോഴും നമ്മൾ 2-3 ഹീറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ വെള്ളം നമ്മൾ
കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പണിയാണത്. പക്ഷെ അത്രയും നല്ല പെർഫോമൻസ് ഒന്നും അതിന് കിട്ടൂല കേട്ടോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ക്ലോത്തും കാര്യങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അയൺ ചെയ്തിട്ട് വെക്കുക. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിഫറൻറ്റ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 3 ഇഞ്ചിലെല്ലാം നമ്മൾ ആ ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം അതിനൊരു 1/4 ഇഞ്ച് ഡിഫറൻറ്റ് എന്തായാലും വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഏതൊരു ക്ലോത്തും നല്ല നീറ്റായി പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് അയൺ ചെയ്ത് മാറ്റിയതിന് ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതന്നെ നമ്മളൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റിലത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചുരിദാറും കാര്യങ്ങളും നമ്മൾ ലൈനിങ് എന്തുണ്ടെങ്കിൽ ആദ്യം എന്താ പറയുക, കസ്റ്റമർ നിങ്ങൾക്ക് കൊണ്ടുതന്ന ക്ലോത്തും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ലൈനിങ് എല്ലാം ആദ്യം തന്നെ നമ്മൾ അത് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. കാരണം കോട്ടൺ ആയതുകൊണ്ട് അത് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടാവുമ്പോൾ അത് അയൺ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്യാൻ പാടില്ല. പിന്നെ ഓൺലി നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ അയണിങ്ങും പ്രസ്സിങ്ങും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്ന ഒരു ടൈമും കാര്യങ്ങളിലും ഒരുപോലെ ആയതുകൊണ്ട് അവിടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിന്. 4 സംതിങ് എങ്ങനെയാ എൻ്റെ അയൺ ബോക്സിന് റേറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ ഷോപ്പിലും കാര്യങ്ങളിലും നമ്മളൊരു ഹാങ്ങിങ് ടൈപ്പിലുള്ള ഒരു ഐറ്റം കാണാറില്ലേ, ഒരു അയൺ ബോക്സ്, അതാണ് ഞാൻ ആദ്യം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. പക്ഷെ അതിനെ കുറിച്ചിട്ട് എനിക്ക് വല്ല ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഏട്ടൻ്റെ ഷോപ്പിൽ ആ ഒരു ഐറ്റംസ് ഉണ്ടായത് കൊണ്ട് ഞാനത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടത് നമ്മളത് അയൺ ചെയ്യുന്നത് നമ്മൾ ഹാങ്ങിങ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സിന് മാത്രമേ യൂസ്ഫുൾ ആവുള്ളൂ. പക്ഷെ കാണുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായത് കൊണ്ട് ഞാനത് വാങ്ങിക്കാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നീടാണ് ഇതിലേക്ക് തന്നെ ഞാൻ ചേഞ്ച് ആണ് കാരണം കേട്ടോ. അപ്പൊ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ തൃപ്തിയാണ്. എന്താ പറയാ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുകയോ ചെയ്യട്ടോ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറെ ആള് ഞാൻ പറഞ്ഞില്ലേ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായത്. ഫ്രണ്ട് പോർഷനിൽ ഗ്യാദേഴ്സ് എല്ലാം വരും, നമ്മൾ ആലിയക്കട്ടിന്റെ ഒരു കുർത്തിയില്ലേ അതിലായ ഗ്യാദേഴ്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹീറ്റ് കൊടുത്തിട്ട് സ്റ്റീം കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അത് നമ്മൾ എത്ര വാഷ് ചെയ്താലും നമ്മൾ എത്ര ചുരുട്ടി കൂട്ടിയാലും തന്നെ പറയലില്ലേ, അതുപോലെ ആക്കിയാൽ ആ ഗ്യാദേഴ്സ് അത് അവിടെ തന്നെ നിൽക്കും കേട്ടോ. അപ്പൊ അതിനെല്ലാം പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിക്ക് ബോഡി പാർട്ടിൽ നമ്മളൊരു വർക്ക് മെറ്റീരിയലിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിഭാഗത്ത് ത്രെഡും കാര്യങ്ങളും ഉണ്ടാവില്ലേ, ഹാൻഡ് വർക്ക് ചെയ്ത്. അപ്പം നമ്മൾ ആ ഒരു ക്ലോത്ത് നമ്മൾ എടുക്കുമ്പോൾ അതൊരു ചുരുണ്ട രൂപത്തിലാണ് നിൽക്കാനുള്ളത്. നോർമൽ അയൺ ബോക്സ് വെച്ചിട്ട് നമ്മളതൊന്ന് അയൺ ചെയ്തിട്ട് ചുളിവും കാര്യങ്ങളിൽ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റീം അയൺ ബോക്സ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് സ്റ്റീം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന്റെ എന്താ പറയാ പെർഫോമൻസ് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ല യൂട്യൂബിൽ കാര്യങ്ങളും പിന്നെ വലിയ വലിയ ടൈലർ ഷോപ്പിലെല്ലാം ഈ ഒരു അയൺ ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ടായത്. അപ്പൊ അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു, ഇത് നമ്മൾ വാങ്ങിച്ചാലോ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷെ ക്യാഷ് ഒന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായത് ജാക്കിങ് എന്നുള്ള ഒരു ബ്രാൻഡാണ്. നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സിൽവർ സ്റ്റാർ അതെല്ലാം പേരിട്ട ഒരു ബ്രാൻഡാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട്. അപ്പൊ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ടായില്ല, അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാ കാര്യത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ. ഞാനിത് വാങ്ങിക്കാൻ നേരത്ത് കൂടുതൽ സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ ഓരോരു എന്താ പറയാ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. അത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മൾ അറിഞ്ഞിട്ടൊന്നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കാറുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ഇങ്ങനെ പറ്റും അങ്ങനെ പറ്റും എന്നെല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കലാണ്. അപ്പൊ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ എനിക്ക് യാതൊരു നഷ്ടവും വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായത് 4200 4,100 എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നതായിട്ടില്ല. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായി. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാന്ന് കുറെ ആള് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായത്. വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും ചോദിച്ചാൽ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ കറണ്ട് ബില്ല് കൂടുകയോ ചോദിച്ചിട്ടുണ്ടായിന്. അതിൽ എന്താ പറയുക ഒരു ഇച്ചിരി കൂടും. നമ്മൾ യൂസിന് വേണ്ടിക്ക് വാങ്ങിച്ചതല്ലേ, അപ്പം നമ്മൾ അതിൽ അത്രയും പെർഫോമൻസ് ഉദ്ദേശിച്ചിട്ട് വാങ്ങുമ്പോൾ ഒരു ഇച്ചിരി കറണ്ട് ബില്ല് കൂടിയാൽ എന്തായാലേ നമുക്ക് അതിൽ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വീട്ടിലായാലും ഷോപ്പിലായാലും എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ക്ലോത്തിൽ ചുളിവും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവിടെയും നല്ലൊരു പ്രസ്സിങ് ചെയ്തിട്ട് അടിപൊളി നീറ്റായിട്ട് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോരോ ഐറ്റംസും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും സ്പെഷ്യലാണ് എനിക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്കും ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഗ്രാവിറ്റി സ്റ്റീൻ അയൺ ബോക്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റിയതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പം ഇതുപോലത്തെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോക്കണേ. ഓക്കെ, ബൈ.